മിനിസ്റ്റർ A.K. ശശീന്ദ്രൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മിനിസ്റ്റർ, വയനാടിനെ സംബന്ധിച്ച് ഒന്ന് ഇരുട്ടി വെളുത്തപ്പോഴേക്കും അവിടെ നമ്മൾ കാണുന്നത് അത്രത്തോളം ഭീതിപ്പെടുത്തുന്ന സാഹചര്യമാണ്. രക്ഷാപ്രവർത്തനം അത് അതീവ ദുഷ്കരമായിട്ട് തുടരുന്നു. കാലാവസ്ഥ അങ്ങേയറ്റം മോശം. ചൂരൽമലയിൽ വീണ്ടും ഉരുൾപൊട്ടിയതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. നിലവിലെ ഏകോപനങ്ങൾ, പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് സർ മുന്നോട്ട് പോകുന്നത്? ഇപ്പം വിവരം ലഭിച്ചുടനെ വയനാട്ടിലേക്ക് പോകാനുള്ള യാത്രയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ച് രാമേന്ദ്രൻ കടന്നപ്പള്ളി മന്ത്രിയും റവന്യൂ മന്ത്രിയും അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളവിടെ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ തന്നെ സംഭവ സ്ഥലത്തെത്തി കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. സൈന്യത്തിന്റെയും NDRFന്റെയും മറ്റും സഹായങ്ങൾ, ഹെലികോപ്റ്റർ ഉൾപ്പെടെയുള്ള സഹായങ്ങൾ സ്വീകരിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ഏതായാലും ദുരന്തത്തിന്റെ വ്യാപ്തി അവിടെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. കാരണം ഇപ്പോൾ ഊഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. ആളുകൾ ഉണ്ട് എന്നുള്ള കാര്യവും ജീവഹാനി ഉണ്ടാകാൻ ഇടയുണ്ട് എന്നുള്ള കാര്യവും സ്ഥിരീകരിച്ചെങ്കിലും അതിന്റെ വ്യാപ്തി എത്രയാണെന്ന് ഇപ്പോഴും മനസ്സിലാക്കാൻ ഔദ്യോഗികമായി കഴിഞ്ഞിട്ടില്ല. സർ, ഞങ്ങളുടെ റിപ്പോർട്ടർ കമൽ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും അദ്ദേഹവും ആ ദുരന്ത മുഖത്ത് വല്ലാത്തൊരു ഭീതിയോടെയാണ്. കാരണം വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടാകുമെന്നുള്ള ഭയത്താൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടേണ്ടി വരുന്നൊരവസ്ഥ വരെ ഉണ്ടായി. നാട്ടുകാർ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. രക്ഷാദൗത്യം അതീവ വെല്ലുവിളിയായിട്ട് തുടരുന്നു. ഒരു താൽക്കാലിക പാലം നിർമ്മിച്ച് നിലവിലെ ഗതാഗതം സാധ്യമാക്കുക, രക്ഷാപ്രവർത്തകരെ അങ്ങോട്ട് എത്തിക്കുക. മുണ്ടക്കൈ ഭാഗം ആകപ്പാടെ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഏകോപനമാണ് ആവശ്യം. എത്രയും പെട്ടെന്ന് സൈന്യം എത്തണം. ഈ റോഡ് ഒലിച്ചു പോയിരിക്കുന്നു, മരങ്ങളൊക്കെ വീണ് മണ്ണും ചെളിയും പുതഞ്ഞ അവസ്ഥയിലാണ്. രക്ഷാദൗത്യം അത്രമാത്രം ബുദ്ധിമുട്ടേറിയ ഈ സാഹചര്യത്തിൽ ക്രിയാത്മകമായിട്ടുള്ള ഒരു ഇടപെടലാണ് നിലവിൽ ആവശ്യമെന്നാണ് മിനിസ്റ്റർ ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഈ പ്രശ്നങ്ങൾ മോണിറ്ററിംഗ് ചെയ്യുന്നുണ്ട്.